ഫൂക്ക. ഇത് കേൾക്കുമ്പോ ഞാൻ എന്തീ പറഞ്ഞെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആക്ച്വലി ആദ്യമായി ഈ ഒരു പേര് കേട്ടപ്പോ ഞാനും ആകെ അന്തം വിട്ടിരുന്നു. അതും നമ്മുടെ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ അടുത്തതായി കാക്ക ഫൂക്ക ഡ്രാമ ഇടാമോ എന്നൊരു കമന്റ് കണ്ടപ്പോ കമന്റ് ഇട്ട ആള് ഇനി വേറെ വല്ല വാക്കാണോ ഉദ്ദേശിച്ചത്, അത് എന്നെ കളിയാക്കിയതാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നു. ആ ചിന്ത അതിനെപ്പറ്റി അന്വേഷിച്ച് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് കാക്ക ഫൂക്ക എന്ന വളരെ രസകരമായ ഒരു ജാപ്പനീസ് ഡ്രാമയിലാണ്. അതെ, ഈ ഡ്രാമയുടെ പേരാണ് കാക്ക ഫൂക്ക. ഇത് നമുക്ക് കോമഡി ആയിട്ട് തോന്നിയാലും ജപ്പാൻ ഭാഷയിലെ എന്തെങ്കിലും വലിയ അർത്ഥമുള്ള പേരൊക്കെ ആയിരിക്കാം. എന്തെങ്കിലും രസകരമായ ഈ ഒരു കഥ നമുക്കൊന്ന് കേട്ടാലോ. 2019 റിലീസായ കാക്ക ഫൂക്കയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ടെറാഡയെ കാണിച്ചുകൊണ്ടാണ്. ടെറാഡ അവളുടെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ഫുൾ ടൈം ആയി ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്കിന് ചേർന്നിരിക്കുകയാണ്. പൊതുവെ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു പഠനത്തോടൊപ്പം പാർട്ട് ടൈം ആയിട്ടായിരിക്കും ടെറാഡയുടെ പ്രായത്തിലുള്ള ആളുകൾ ഇതുപോലെ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ ജോലിക്ക് പോവാ. പക്ഷെ ടെറാഡ മാത്രം ഇങ്ങനെ ഇപ്പോഴേ ഫുൾ ടൈം ഒരു സൂപ്പർ മാർക്കറ്റ് എംപ്ലോയി ആയി മാറിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ പലരും അവൾ ലൈഫിൽ യാതൊരുവിധ അംബീഷനോ പാഷനോ അല്ലെ രക്ഷപ്പെടണം എന്ന മനോഭാവമോ ഒന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണെന്നാണ് കരുതുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. തനിക്ക് എന്ത് ചെയ്യണമെന്ന് അവൾക്ക് തന്നെ ഒരു പിടുത്തവും ഇല്ല. ഈവൻ ബാക്കിയുള്ളവർക്കെല്ലാം എന്തെങ്കിലും ഹോബിയോ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റോ സ്പെഷ്യൽ സ്കില്ലോ ഒക്കെ ഉള്ളപ്പോൾ തനിക്ക് അതൊന്നും ഇല്ല. തനിക്ക് യാതൊരുവിധ കഴിവും ഇല്ലാത്തത് കൊണ്ടാണ് തനിക്ക് അങ്ങനെ ഒരു ഹോബി ഇല്ലാത്തത്, പ്രത്യേകിച്ച് ഒന്നിനോടും താല്പര്യം ഇല്ലാത്തത് എന്നൊക്കെയാണ് അവളുടെ വിചാരം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ കുറെ നാളുകളായി ടെറാഡയ്ക്ക് ഒരു ലവർ ഉണ്ട്. ആളുടെ പേര് ഹെയ്സ് എന്നാണ്. ഹെയ്സും ടെറാഡയും അവർ പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. അങ്ങനെ അവിടുത്തെ ജീവിതവും ഈ ജോലിയൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകുന്ന സമയത്താണ് ഹെയ്സ് തന്നെ പറ്റിക്കുകയാണ് അവന് മറ്റൊരു റിലേഷൻ ഉണ്ട് എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. അതായത് ഇവളെ വെറും കാര്യം കാണാൻ, താമസിക്കുന്ന സ്ഥലത്തെ റെന്റ് ഷെയർ ചെയ്യാൻ അങ്ങനെയൊക്കെ മാത്രമായിരുന്നു അവന് വേണ്ടിയിരുന്നത്. അല്ലാതെ യാതൊരുവിധ ആത്മാർത്ഥ പ്രണയവും ഇല്ലാന്ന് മനസ്സിലാക്കുന്ന അവൾ ആകെ തകരുന്നു. അവനും നിന്നെ ഒന്നും എനിക്ക് വേണ്ട, എനിക്കിത് ഇത്രയും നല്ലൊരു ഗേൾ ഫ്രണ്ട് ഉള്ളപ്പോ നിന്നെ എന്തിനാ എന്ന ആ ഒരു ഭാവമായിരുന്നു. അങ്ങനെ ഇപ്പോ ഇവിടെ നിന്ന് താമസവും മാറേണ്ടി വരുന്ന അവൾ പുതിയൊരു താമസ സ്ഥലം അന്വേഷിച്ച് ചെന്ന് പെടുന്നത് നേരെ അവളുടെ എക്സിന്റെ മുന്നിലാണ്. അതായത് ഇപ്പൊ അവളെ തേച്ച ഈ ഹെയ്സന്റെ മുന്നിലല്ല, മറിച്ച് അവൾക്ക് അതിനു മുന്നേ ഹോങ് എന്ന ഒരു പയ്യനുമായി റിലേഷൻ ഉണ്ടായിരുന്നു, അവന്റെ മുന്നിലാണ്. അതും ഒരു ഷെയർഡ് ഹൗസിൽ വെച്ചാണ്. അതായത് രണ്ടുപേരും ഒരേ ബിൽഡിംഗ് ഷെയർ ചെയ്ത് താമസിക്കേണ്ടി വരും. ആ ടീം അവൾക്ക് ആകെപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം എക്സിന്റെ കൂടെ ഇങ്ങനെ ഒരേ സ്ഥലത്ത് നിൽക്കാനും വയ്യ. പക്ഷെ കയ്യിലുള്ള തുച്ഛമായ തുകയ്ക്ക് ഇതിലും നല്ല മറ്റൊരു താമസ സ്ഥലം കുറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കുക എന്നത് വലിയ ടാസ്കുമാണ്. അങ്ങനെ അവിടെ താമസം തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം ഹൈറ്റിലുള്ള ഷെൽഫിൽ നിന്ന് എന്തോ എടുക്കാനായി ടെറാഡ എത്തിക്കുത്തുന്ന സമയം അത് കാണുന്ന ഹോങ് അത് എടുത്തു കൊടുക്കാനായി അവളുടെ അടുത്ത് വന്ന് സഹായിക്കുന്നു. ഇത്രയും ക്ലോസ് ആയി അവളുടെ അടുത്ത് നിൽക്കുന്ന ടൈം അവന് പെട്ടെന്ന് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ഫീൽ ആവുന്നുണ്ട്. ആക്ച്വലി അവന് അവളെ ബ്രേക്കപ്പ് ചെയ്തതിന് ശേഷമൊന്നും ഒരു പെൺകുട്ടിയെ കണ്ടാലും ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ അത് ഫീൽ ആവുന്ന അവന് ഇവളെ കണ്ടതിന്റെ ഹാപ്പിനെസ് ആണത്, ഇവളെ കണ്ടതുകൊണ്ടാണത് എന്നതൊക്കെ മനസ്സിലാവുന്നു. അവൻ ആ ഒരു സന്തോഷത്തില് അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവൾ പെട്ടെന്ന് അവൻ അവോയ്ഡ് ചെയ്ത് റൂമിലേക്ക് കയറി പോകുന്നു. എന്തായാലും അതൊരു തുടക്കം മാത്രമായിരുന്നു. പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ ഹോങ് ഒരു റൈറ്റർ ആണ്. അവൻ അവന്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളെ കാണുമ്പോൾ വരുന്ന ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടായപ്പോ തൊട്ട് അവന്റെ റൈറ്റിംഗ് കരിയറിലും അവന് വലിയ ബ്ലോക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ ഇമോഷൻ ഇല്ലാതെ എഴുതി തീർക്കുന്നു എന്നതല്ലാതെ കാര്യമായി അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പൊ ഇവളെ കണ്ട് ഇങ്ങനെ തോന്നി തുടങ്ങുന്നവൻ അവളുടെ അടുത്ത് ചെന്ന് തന്നെ തന്റെ ഇമോഷൻസ് വീണ്ടെടുക്കാനും തന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് തിരിച്ചു കൊണ്ടുവരാനും സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു. അതായത് ഒരു ഗേൾ ഫ്രണ്ട് കണക്ക് അവന്റെ കൂടെ നിൽക്കണമെന്ന്. ആക്ച്വലി ഇവള് പണ്ട് ഗേൾ ഫ്രണ്ട് ആയിരുന്നല്ലോ, ഇനിയും അത് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല അവൻ പറയുന്നത്. അതുപോലെ ഒന്ന് അഭിനയിച്ച് അവന്റെ ഉള്ളിൽ ആ ബ്ലോക്ക് കിടക്കുന്ന ഒന്ന് മാറ്റിയെടുക്കാൻ സഹായിക്കണമെന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. ആദ്യം അവൾ അതിന് ഒരു രീതിയിലും സമ്മതിക്കുന്നില്ലെങ്കിലും അവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് പിറകെ നടന്ന് ഒടുക്കം അവൾ അതിനെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ ആവശ്യപ്രകാരം അവന്റെ ഗേൾ ഫ്രണ്ടായി അവൾ ആക്ട് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇവരിപ്പോ സ്റ്റേ ചെയ്തിരിക്കുന്ന ഈ ഷെയർഡ് ഹൗസിൽ താമസിക്കുന്ന മറ്റ് ഒരു താമസക്കാരനെ നമ്മൾ കാണുന്നത്. ആളുടെ പേര് യൂസു എന്നാണ്. യൂസു പെട്ടെന്ന് ഇവരിങ്ങനെ കാണുമ്പോൾ പുള്ളിക്കാരൻ ഒരു സിംഗിൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെങ്കിലും ഹോങ്ങിന്റെ ഇമോഷണൽ ശാരീരിക പ്രശ്നങ്ങൾ അറിയാവുന്ന യൂസു, ഹോങ് ഒരു റൈറ്റർ ആയതുകൊണ്ട് തന്നെ അവൻ ഇമോഷൻസ് വളരെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ശരി നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഹോങ്ങിന് ചില ടിപ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം അതേ സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് റിസ. റിസ അവളുടെ കൂടെ ഇതേ ബിൽഡിംഗിൽ താമസിക്കുന്ന ഹോങ്ങിൽ ക്രഷ് അടിച്ച് നടക്കുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ
താനുമായി ബ്രേക്കപ്പ് ആയ തന്റെ ബോയ് ഫ്രണ്ട് ഹോങ് തന്നോട് അമിത സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ടെറാഡയ്ക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരി അവൻ പറഞ്ഞതുപോലെ സമ്മതിക്കണ്ടായിരുന്നു, വേണ്ടാത്ത പണിയായി പോയി എന്നിങ്ങനെയൊക്കെയുള്ള നിരാശ തോന്നുന്നു. അവന്റെ ഗേൾ ഫ്രണ്ടായി അഭിനയിക്കുന്നതിന്റെ ഭാഗമായി അവന്റെ കൂടെ ഒരു വീട്ടിൽ താമസിക്കുക എന്നതിലുപരി ഒരേ ബെഡ് പോലും ഷെയർ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴാണ് അവൾ ഇതിനെപ്പറ്റി ഇനി എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇനി നീ പറയുന്ന പോലെ നിന്റെ ഗേൾ ഫ്രണ്ടെ അഭിനയിക്കാനൊന്നും സാധിക്കില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് അവൻ അവളോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു 3 ദിവസം കൂടി നീ പ്ലീസ് ഇതുപോലെ ഒന്ന് എന്റെ ഗേൾ ഫ്രണ്ടായി നിൽക്കണം. അറിയാലോ, ഒരു റൈറ്ററിനെ സംബന്ധിച്ച് എന്റെ ഇമാജിനേഷനിലും ക്രിയേറ്റിവിറ്റിയിലും വന്നിരിക്കുന്ന ഈ ഒരു ബ്ലോക്ക് അത് മാറിക്കിട്ടിയാലേ എനിക്ക് മുന്നോട്ട് പച്ച പിടിച്ച് പോകാൻ പറ്റൂ. അതുകൊണ്ട് നീ സഹായിക്കണമെന്ന് അവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൾക്ക് വീണ്ടും സമ്മതിക്കേണ്ടി വരുന്നു. എന്തായാലും അവൾ അങ്ങനെ വീണ്ടും ഹോങ്ങിന്റെ ഗേൾ ഫ്രണ്ടായി അഭിനയിക്കുന്നത് അറിയുന്ന യൂസു ഹോങ് അവന്റെ കാര്യം കാണാനായിട്ട് ടെറാഡയെ ഉപയോഗിക്കുന്നു എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവന്റെ ഒരു ആവശ്യത്തിനായും അവളെ അപ്രോച്ച് ചെയ്യുന്നു. മറ്റൊന്നുമല്ല, അവനെ ഒന്ന് കല്യാണം കഴിക്കണം. കാരണം അവന്റെ മാരേജ് ഉടനെ നടന്നില്ലെങ്കിൽ അവന്റെ ഫാമിലിയിൽ സ്വത്ത് വീതം വെക്കുമ്പോൾ നല്ലൊരു പങ്കൊന്നും ലഭിക്കില്ലെന്നും അവൻ ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇപ്പൊ അവൻ അപ്രോച്ച് ചെയ്യാൻ അവൾ മാത്രമേ ഉള്ളെന്നുമാണ് പറയുന്നത്. ആക്ച്വലി അവൾ ഇങ്ങനെ ഹോങ്ങിനെ സഹായിക്കുന്നത് അറിയാവുന്നത് കൊണ്ട് അത് കുത്തിക്കാണിച്ച ഒരു ബ്ലാക്ക് മെയിലിംഗ് രീതിയിലും കൂടിയാണ് അവൻ സംസാരിക്കുന്നത്. ഇതറിയുന്ന ടെറാഡ അപ്പൊ തന്നെ എനിക്കിതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഹോങ് അവന്റെ ഈ ഒരു പ്രശ്നത്തിന് യൂസു ചില ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല സപ്പോർട്ടായി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നീ ഒന്ന് അവന്റെ ഗേൾ ഫ്രണ്ടായി അഭിനയിക്കുന്ന ഇതൊരു കോൺട്രാക്ട് മാരേജ് പോലെയല്ലേ യൂസു പറയുന്നത്, അതുകൊണ്ട് അത് വലിയ കാര്യമാക്കണ്ടെന്ന രീതിയിലാണ് ഹോങ് ഇരിക്കുന്നത്. പക്ഷെ ടെറാഡ ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിന് സമ്മതം അറിയിക്കുന്നില്ല. അതേസമയം ഹോങ് ആവശ്യപ്പെട്ടതുപോലെ അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി അവന്റെ ഗേൾ ഫ്രണ്ടായി അഭിനയിക്കാനായി അവൾ തയ്യാറാവുന്നു. ഒരു ഭാഗത്ത് അങ്ങനെ ഇവർക്കിടയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് യൂസു അവളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനും അവളുമായി റിലേഷനിലാവാനായും ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചു നോക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. അങ്ങനെ ഹോങ് ആവശ്യപ്പെട്ടതുപോലെ ഗേൾ ഫ്രണ്ടായി അഭിനയിക്കേണ്ട അവസാന ദിവസം എത്തുമ്പോൾ വളരെയധികം വിഷമം ടെറാഡയ്ക്ക് തോന്നുന്നുണ്ട്. അവളൊന്ന് ഒരുപാട് ആലോചിക്കുന്നു. ആക്ച്വലി അവന്റെ ഫീലിങ്സിനെ തിരിച്ചു കൊണ്ടുവരാനായി ഇങ്ങനെ ഒരു നാടകം ഇവർ ചെയ്യുന്ന സമയത്ത് അവൾ അവനോട് പണ്ട് വേണ്ടാന്ന് വെച്ച ഇഷ്ടം വീണ്ടും ഒരുപാട് തോന്നുന്നു എന്നത് വ്യക്തമാവുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോ അവനോട് പ്രപ്പോസ് ചെയ്യാണ്. അതായത് വീണ്ടും അവന്റെ ഗേൾ ഫ്രണ്ട് ആവാനായി അവൾക്ക് താല്പര്യമുണ്ട്. മുന്നത്തെ പോലെ അവന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് പ്രകാരമോ ഒന്നുമല്ല, മറിച്ച് പണ്ടത്തെ പോലെ ഒരു നിബന്ധനകളും ഇല്ലാതെ പരസ്പരം ഇഷ്ടം മാത്രം പങ്കുവെക്കാനായുള്ള ആ ഒരു രീതിയിൽ അവൻ എന്ത് പറയണമെന്ന് ആദ്യം അറിയില്ലായിരുന്നെങ്കിലും അവളോടുള്ള താല്പര്യം ഇപ്പോഴും തന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവൾ തന്റെ ലൈഫിൽ നിന്ന് പോയ ശേഷം വേറെ ഒരു പെൺകുട്ടിയെ കണ്ടാലും തനിക്ക് തോന്നാത്ത അത്രയും ആകാംക്ഷകളൊക്കെ തനിക്ക് ഇവളെ കണ്ടപ്പോ വീണ്ടും ഫീൽ ആയത് എന്ന് മനസ്സിലാക്കുന്ന അവൻ അവളുമായി എസ് പറയുന്നു. അങ്ങനെ അവർ ഹാപ്പിയായി ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവരിവിടെ ഒന്നിച്ചത് മറുവശത്തുള്ള യൂസുവിന് ഇഷ്ടപ്പെട്ടില്ല. അവൻ അതിൽ ഇടങ്കോലിടാനായി നിന്റെ ഇടക്കാലത്ത് വെച്ച് നഷ്ടപ്പെട്ട ഫീലിങ്സ് ഇപ്പൊ വന്നു കരുതി അതൊരു പെർമനന്റ് കാര്യമൊന്നും ആവണമെന്നില്ല, എപ്പോ വേണമെങ്കിലും നിനക്കത് നഷ്ടപ്പെടാം. അങ്ങനെ നിന്റെ ഗേൾ ഫ്രണ്ടായ ടെറാഡ അന്ന് നിന്നെ ഉപേക്ഷിച്ചു പോകും. അതിനും നല്ലത് ഇപ്പോഴേ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാതെ അവൾക്ക് നല്ലൊരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാം എന്ന ആശംസ നൽകി അങ്ങ് വിടുന്നതല്ലേ. വെറുതെ എന്തിനാ അവളുടെ ഫ്യൂച്ചറും അവളുടെ സന്തോഷങ്ങളും കൂടി നീ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇല്ലാണ്ടാക്കുന്നത്? നിനക്ക് ഇൻ കേസ് ഇവളെ കണ്ടാലും യാതൊരു ഫീലിങ്സും വരില്ല എന്നൊരു അവസ്ഥ വന്നാൽ അത് പിന്നെ അവളെയല്ലേ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ തലയിൽ വിഷം കുത്തി നിറച്ച് അവനും ടെറാഡയ്ക്കും ഇടയിലുള്ള റിലേഷനെ ഇല്ലാണ്ടാക്കി ടെറാഡയെ തന്നിലേക്ക് കൊണ്ടുവരാനായി യൂസു ശ്രമിക്കുമ്പോൾ അത് കേട്ട് അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്ന ഹോങ് പിന്നീട് ഇപ്പൊ വീണ്ടും അവന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കുന്ന ടെറാഡയെ മൈൻഡ് ആക്കാതെ ഇഗ്നോർ ചെയ്യാനായി നോക്കുന്നു. എന്താണ് പെട്ടെന്ന് ഇവന്റെ പെരുമാറ്റത്തിലെ മാറ്റം വന്നതെന്ന് മനസ്സിലാവാതെ അവളാകെ ടെൻഷൻ ആവുന്നുണ്ട്. ചോദിച്ചിട്ട് അവനോട്ട് പറയുന്നില്ല. ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അപ്സെറ്റ് ആവുന്ന അവൾ നേരെ അവന്റെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ പോയാൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഈ റിലേഷൻ നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറയുന്നു. അവൾ ആ പറയുന്നത് അങ്ങനെങ്കിലും അവനൊന്ന് വാ തുറന്ന് തന്നോട് 2 വാക്ക് സംസാരിക്കട്ടെ, എന്താ കാര്യം എന്ന് പറയട്ടെ എന്ന കണക്കുകൂട്ടലാണെങ്കിലും അത് കേൾക്കുന്നവൻ എനിക്കും അതാ വേണ്ടത്, നമുക്കെല്ലാം അവസാനിപ്പിക്കാം എന്ന് അവളോട് പറയുമ്പോൾ അവൾ ആകെ അപ്സെറ്റ് ആവുന്നു. കാരണം അവൾ അത് പ്രതീക്ഷിച്ചിട്ടായിരുന്നില്ല പറഞ്ഞത്. എന്തെങ്കിലും അതോടുകൂടി അവൾ അടുത്തൊരു അടവെടുക്കാനേ നോക്കുന്നു. അതായത് യൂസുവുമായി തനിക്ക് അടുപ്പമുണ്ടെന്ന് തോന്നിയാലെങ്കിലും ഹോങ് തന്നോട് അടുപ്പം വീണ്ടും കാണിച്ചാലെന്ന് കരുതി അവൾ യൂസുവിനോട് കാര്യമായി സംസാരിക്കാനൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴും ഹോങ് അവളുടെ ലൈഫ് താൻ സ്പോയിൽ ചെയ്യരുത് എന്ന ഒരു രീതിയിൽ അത് തടുക്കാനൊന്നും പോകുന്നില്ല. ഒടുക്കം ഇങ്ങനെ പോയാൽ യൂസു ഇത് സീരിയസ് ആയി എടുക്കും. തനിക്ക് അവനെ ഇഷ്ടമാണെന്ന് കരുതി അത് വേറെ ലെവലിലേക്ക് പ്രശ്നങ്ങളാവും എന്ന് മനസ്സിലാക്കുന്ന അവൾ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇവിടുന്ന് തന്നെ താമസം മാറ്റാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ ഇവിടെ നിന്ന് പോകാനായി സാധനങ്ങളും പാക്ക് ചെയ്ത് ഇറങ്ങാനായി ഒരുങ്ങുന്ന സമയം അവളുടെ അടുത്തേക്ക് ഹോങ് എത്തുന്നു. അവനിപ്പോ ലേറ്റസ്റ്റ് ആയി കംപ്ലീറ്റ് ചെയ്ത അവന്റെ വർക്കാണതെന്നും അവളൊന്ന് വായിക്കണമെന്നും അവൻ ആവശ്യപ്പെടുമ്പോൾ അവൾ അതിന് തയ്യാറാവുന്നു. അത് വായിക്കുന്ന അവൾ
അവൾക്ക് ആക്ച്വലി അവനതൊരു കഥയായി എഴുതിയിരിക്കുകയല്ല, അവന്റെ മനസ്സാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. അതായത് അവൻ ഇടയ്ക്ക് വെച്ച് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളെ കാണുമ്പോൾ അട്രാക്ഷൻ ഒന്നും തോന്നാത്ത വളരെ ന്യൂട്രൽ ആയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിപ്പോ ടെറാഡ വന്ന ശേഷം മാറി വീണ്ടും അവൻ നോർമൽ ആയെങ്കിലും ഇടയ്ക്ക് വെച്ച് അവൻ യൂസുവിന്റെ വാക്കുകൾ കേട്ട് വളരെ ഇൻസെക്യൂർഡ് ആയി ഫീൽ ചെയ്തു. വീണ്ടും താൻ ആ രീതിയിലേക്ക് പോയാൽ തന്റെ കൂടെ വിശ്വസിച്ച് മുന്നോട്ട് ഒരു വലിയ ജീവിതം കണ്ടെത്തി വന്ന ടെറാഡയ്ക്ക് അത് വലിയ ചതിയാവില്ലേന്ന്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ അവളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായി നോക്കിയത് എന്നതിപ്പോ മനസ്സിലാക്കുന്ന അവൾ, ശരിയാണ്, തനിക്കും അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊക്കെ തോന്നിയാൽ താൻ വളരെ അപ്സെറ്റ് ആകുമല്ലോ എന്ന് കരുതി ഇതങ്ങനെ അവസാനിപ്പിക്കാതെ വേഗം അവന്റെ അടുത്തേക്ക് ചെന്ന് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലേ, ഇൻ കേസ് അവന് വീണ്ടും ഇല്ലാണ്ടായാൽ ഇല്ലാണ്ടാവുകയുള്ളൂ. അവളോട് തോന്നുന്ന ആ ഒരു മെന്റൽ കണക്ഷൻ, മാനസികമായിട്ടുള്ള ആ ഒരു ഇഷ്ടവും അടുപ്പവും അതങ്ങനെ മാറുകയില്ലല്ലോ, തനിക്ക് അതാണ് വേണ്ടതെന്ന് അവൾ അവനോട് തീർത്തു പറയുന്നു. അവളെ ചതിക്കാത്ത, എന്നും അവളുടെ കൂടെ മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന അവനെ മതിയെന്ന്. അങ്ങനെ അവന്റെ മനസ്സിലെ ഇൻസെക്യൂരിറ്റി എല്ലാം മനസ്സിലാക്കി അവൾ ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്യേണ്ട കാര്യമില്ലെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അങ്ങനെ വീണ്ടും അവരിവിടെ ഒന്നിക്കുന്നു. ഇവിടെ നിന്ന് താമസം മാറ്റുക എന്ന തീരുമാനം അവളും, അവളെ ഇനി ഇഗ്നോർ ചെയ്യുക എന്ന തീരുമാനം അവനും മാറ്റി അവരിനി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുന്നു. ആക്ച്വലി ആ പേര് കേട്ടതിന്റെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് കണ്ടു തുടങ്ങിയ കഥയാണ് ഒരു കുഞ്ഞ് ലവ് സ്റ്റോറി. ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തും തുടർന്ന് വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.